ഹായ് ഫ്രണ്ട്സ്, ടെൽമീസ് ഡയറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കോണ്ടിനെന്റൽ ഡിഷ് ആയിട്ടുള്ള ബീഫ് സ്റ്റീക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ അത്. വളരെ എളുപ്പത്തില് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ ടേസ്റ്റി ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കെന്നാ അതിന്റെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോയാലോ? ഞാനിപ്പോ ഇവിടെ സ്റ്റീക്കിന് വേണ്ടിയിട്ട് സർലോയിൻ പീസാണ് എടുത്തു വെച്ചേക്കണേ. നമ്മൾ യുകെയിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റീക്കിന് വേണ്ടിയിട്ടുള്ള പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബെസ്റ്റ് സ്റ്റീക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിബായ് പോർഷനോ അല്ലെങ്കിൽ ടെൻഡർലോയിൻ പോർഷനോ സർലോയിൻ പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് സ്റ്റീക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബച്ചർ ഷോപ്പിൽ ചെന്നിട്ട് ഇപ്പൊ ബീഫിന്റെ വാരിക്കഷ്ണം എന്ന് പറയുന്ന ഏരിയ ആണ്, അത് നമുക്ക് മുറിച്ചു തരാൻ പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ 1.5 ഇഞ്ച് കനത്തിലോ അല്ലെങ്കിൽ 2.5 ഇഞ്ച് കനത്തിലോ മുറിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മുറിച്ചു തരും, കട്ട് ചെയ്ത് തരും. പിന്നെ ഇപ്പൊ ലുലുവിലും സാധാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നോക്കിയാലും കിട്ടും കേട്ടോ. നമ്മൾ ഈ പോർഷൻ തന്നെ എടുക്കാൻ പറയണതിന്റെ കാരണം ആ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും, അതായത് നെയ്യുടെ അംശം കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ എന്ന് പറയണത് ആ മീറ്റ് ഭയങ്കര സോഫ്റ്റും ടെൻഡർ ആയിരിക്കും. സ്റ്റേക്കിന് എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ള ഏരിയസിൽ മസിൽസ് കൂടുതലായിരിക്കും, അപ്പൊ മീറ്റ് ഭയങ്കര ഹാർഡായിരിക്കും. നമുക്ക് ആ കറക്റ്റ് പ്രോപ്പർ സ്റ്റേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കറക്റ്റ് പ്രോപ്പർ സ്റ്റേക്കിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സ്റ്റേക്കിന്റെ കുക്കിംഗ് ടൈമാണ്. അത് നമ്മൾ ഒന്നെങ്കിൽ റോ ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം ആയിട്ടോ വെൽ ഡൺ ആയിട്ടോ, ഈ 3 റേഞ്ചാണ് വരണേ, ഈ കാറ്റഗറിയാണ് വരണേ. ഇന്നത്തെ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ മീഡിയം വെൽ കുക്കിംഗ് ടൈപ്പാണ് എടുക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ബീഫിന്റെ സർലോയിൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആദ്യം തന്നെ ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ നിർബന്ധമൊന്നുമില്ല, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് കുറച്ച് സോൾട്ടും പെപ്പറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് പരട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പെപ്പറും ഒത്തിരി ഫൈൻ ആയിട്ടുള്ള പെപ്പർ വേണ്ട, നമുക്ക് കുറച്ച് തരിയുള്ള പെപ്പറാണ് വേണ്ടത്. ഇനിയിപ്പോ ഇത് രണ്ടും ഇല്ലെങ്കിലും പൗഡർഡ് ഫോം ആയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കുറച്ച് തരി ഉണ്ടെങ്കിൽ ആ ബീഫിന്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിനി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോൾട്ടും പെപ്പറാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് കൂടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കുറച്ച് ഒലീവ് ഓയിൽ വെച്ചിട്ട് കുറച്ച് സോൾട്ടും പെപ്പറും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാക്കി എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹെർബ്സ് ആയിട്ടുള്ള തൈമോ റോസ്മെറി ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി മാരിനേറ്റ് ചെയ്ത ബീഫ് ഒരു അരമണിക്കൂറോളം വെക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെക്കുക. നിങ്ങളുടെ അടുത്ത് കട്ടിയുള്ള കാസ്റ്റ് ചെയ്യാൻ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എന്റെ അടുത്ത് ഇപ്പൊ അതില്ലായിരുന്നു, ഞാൻ സാധാരണ പാനാണ് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത ബീഫ് പതുക്കെ ഇട്ട് കൊടുക്കുക. 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിപ്പോ ഞാൻ മീഡിയം വെൽ കുക്കിംഗ് ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കണേ. ഇതിന് ആ പാക്കറ്റിലുള്ള ടൈമിംഗ് പറഞ്ഞേക്കുന്നത് 5 മിനിറ്റ്സാ. 5 മിനിറ്റ്സ് ടോട്ടലാണ്. അപ്പൊ ഒരു സൈഡ് 2.5 മിനിറ്റും അപ്പുറത്തെ സൈഡ് 2.5 മിനിറ്റും. നമ്മൾ ടൈമിംഗ് ഈ സ്റ്റേക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളപ്പോ കറക്റ്റ് ടൈമിംഗ് നോക്കണം. കറക്റ്റ് 2.5 മിനിറ്റ് ആകുമ്പോൾ ഇത് തിരിച്ചിടണം. നമുക്ക് അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ബട്ടറൊക്കെ അതിന്റെ മീതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2.5 മിനിറ്റ് ആയി കഴിഞ്ഞുമ്പോൾ നമുക്ക് ബീഫ് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് 2.5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ആ സമയത്ത് ഈ ബട്ടറൊക്കെ നമുക്ക് അതിന്റെ മേലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനെ സൈഡ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ തിൻ സ്ലൈസ് ബീഫ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് ഇതിന്റെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി കുക്ക് ആയിക്കോളും. നമ്മളിങ്ങനെ ബട്ടർ ഒഴിക്കുമ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴും സൈഡും കൂടെ കുക്കാവും. അന്ന് നമ്മുടെ ബീഫിന് കുറച്ച് തിക്നെസ് കൂടുതലാണ്. ഇപ്പൊ 2.5 തിക്നെസ് അല്ലെങ്കിൽ 3 ഇഞ്ച് തിക്നെസ് ആണെങ്കിൽ നമ്മൾ സൈഡും കൂടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് അതും കൂടെ ഒന്ന് 2.5 മിനിറ്റും കൂടെ ചൂടാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സമയമെല്ലാം നമ്മുടെ ഫ്ലെയിം മീഡിയം ഹൈ ഫ്ലെയിമിലാട്ടോ ഇടുന്നത്. കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതായത് 2 സൈഡും കൂടെ ടോട്ടൽ 5 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കൂടുതൽ ടൈം കുക്ക് ചെയ്താലുണ്ടല്ലോ ബീഫിന്റെ ഉള്ളിൽ റബ്ബർ പോലെ
ഇനി ബാക്കി വന്ന ഓയിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒത്തിരി വഴലിന്റെ കാര്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതിനോട്ടേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പെപ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ആ ഓയിലിൽ കിടന്ന് ഫ്രൈ ആവുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാ. ഇനിയിപ്പോ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണുണ്ടോ 5 മിനിറ്റ് കൊണ്ട് ഈ ബീഫ് കുക്കായോ എന്ന്? നാട്ടിലൊക്കെ 40 മിനിറ്റ് ഒക്കെ അല്ലേ നമ്മളൊരു ബീഫ് കറി വെക്കാനായിട്ട് കുക്കിംഗ് ടൈം ആയിട്ട് എടുക്കുന്നത്. ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടുത്തുകാരൊക്കെ റെസ്റ്റോറന്റിൽ ചെന്ന റോ ടേസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി കുക്കിംഗ് ടൈമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലെ മീറ്റ് ആണെങ്കിൽ ശരിക്കും ഒരു പിങ്കിഷ് കളർ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അതങ്ങ് അത്ര ഇഷ്ടപ്പെടില്ല. നമ്മൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മീഡിയം കുക്കിംഗ് ആയിരിക്കും. നിങ്ങളെ ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം, നിങ്ങൾ തന്നെ നോക്കിക്കേ എന്ത് സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടാ വന്നേക്കണെന്ന്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ഫിനിഷായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർബ്സ് ആഡ് ചെയ്യാട്ടോ, അതന്നെ ആഡ് ചെയ്യാണ്ട് അന്യായ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ നമുക്ക് ചോറിൽ നിന്ന് ചപ്പാത്തിയിൽ നിന്ന് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? അധികം സമയമൊന്നും വേണ്ടേ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.